നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ഗവൺമെന്റ് ടൗൺ UP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. കുട്ടികൾക്ക് ജനാധിപത്യ രീതി മനസ്സിലാകുന്നതിനു വേണ്ടിയാണ് ഇലക്ഷൻ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. തികച്ചും ജനാധിപത്യ രീതിയിൽ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് പോലെ, ഒരു ലോകസഭാ ഇലക്ഷൻ നടക്കുന്നത് പോലെ തന്നെ എല്ലാ പ്രോസസ്സും അതിൻ്റേതായ എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ചാണ് ഇലക്ഷൻ ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് പിന്നീട് അതിൽ നിന്നും ഒരു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഡേറ്റ് കൊടുത്തിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ പ്രോസസ്സും, ഒരു ജനറൽ ഇലക്ഷൻ്റെ എല്ലാ പ്രോസസ്സും പൂർണ്ണമായും ഉൾപ്പെടുത്തിയാണ് നമ്മൾ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചത്. ഇതിലൂടെ കുട്ടികൾക്ക് ജനാധിപത്യം ബോധമുണ്ടാകുവാനും ഇതുവരെ വോട്ട് ചെയ്യാത്ത നമ്മുടെ കുട്ടികൾ എന്താണ് ഒരു ഇലക്ഷൻ പ്രോസസ്സ് എന്ന് തികച്ചും നല്ല രീതിയിൽ തന്നെ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി അതിന് മുന്നോട്ട് പോകുവാനാണ് നമ്മളിന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ക്ലാസ്സുകളിലെല്ലാം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മൾ ചെയ്തു. ഇപ്പം രാവിലെ തന്നെ ഇലക്ഷൻ്റെ പ്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെയാണ് ഇതിനെ സ്വീകരിച്ചത്. കുട്ടികളിൽ ജനാധിപത്യ ബോധവും സാഹോദര്യവും ഐക്യവും ഒക്കെ വളർത്തിയെടുക്കാനും ഇതിലൂടെ നമുക്ക് കഴിയും. പിന്നെ തോൽവിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് രൂപീകരിച്ചെടുക്കുക എന്നുള്ള, വിജയം മാത്രമല്ല, എല്ലാത്തിലും തോൽവിയും പരാജയവും സംഭവിക്കാം, പരാജയത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു സംഭവത്തിൽ ജയവും പരാജയവും ഉണ്ടാവും ഒരു പ്രവൃത്തിയിൽ. അപ്പോൾ ആ രണ്ടിനെയും ഉൾക്കൊള്ളാൻ മാനസികമായി നമ്മുടെ കുട്ടികൾ തയ്യാറാവണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും സധൈര്യം കാര്യങ്ങളെ വീക്ഷിക്കുവാനും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാനും ഇലക്ഷൻ എന്താണെന്ന് കൃത്യമായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലൂടെ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇന്ന് നല്ല ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലാണ് നമ്മുടെ സ്കൂളും കുട്ടികളും. നമ്മൾ ഒരു ഇലക്ഷൻ നടക്കുന്ന പ്രക്രിയ തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് ഈ വർഷം ഇലക്ഷൻ സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് എല്ലാം, എന്ന് വെച്ചാൽ പ്രിസൈഡിങ് ഓഫീസറായിട്ടും ഫസ്റ്റ് പോളിംഗ് ഓഫീസേഴ്സുമായിട്ടും എല്ലാം കുട്ടികൾ തന്നെയാണ്. അവരുടെ ID കാർഡ് കാണിക്കുന്നുണ്ട്, പേര് വിളിച്ച് ഒപ്പിടുന്നുണ്ട്. അതിനുശേഷം മഷി പതിച്ചിട്ട് അവർ ബാലറ്റ് യൂണിറ്റ് ഉണ്ട്, ബാലറ്റ് യൂണിറ്റിൽ നിന്ന് അവർ ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു. എല്ലാം കുട്ടികൾ ആ ഒരു ജനാധിപത്യ രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്.